എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ അടിമപ്പെട്ടു പോയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയവും തലച്ചോറും നിരന്തരം ഒരു വടംവലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് പോലെ ഒരു നിമിഷം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിരിക്കും. എന്നാൽ അടുത്ത നിമിഷം നിങ്ങൾ വേദനയും ആശയക്കുഴപ്പവും ഒറ്റപ്പെടലും അനുഭവിക്കുന്നു. നിങ്ങൾ സ്വയം പറയും, ഇത് നിർത്തണം, ഈ ബന്ധത്തിൽ നിന്നും പുറത്തു വരണം. നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളോട് അതുതന്നെ പറയും. പക്ഷേ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നിങ്ങൾക്ക് അസാധ്യമായി, വേദനാജനകമായി തോന്നും. ഇത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വികാരം അതുമായി പരിചിതമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തല്ല, നിങ്ങൾക്ക് മാനസിക രോഗമല്ല, നിങ്ങൾ ദുർബലരുമല്ല, നിങ്ങൾ ഒറ്റയ്ക്കുമല്ല. നിങ്ങൾ ഒരു പക്ഷേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ട്രോമ ബോണ്ടിങ് അഥവാ മാനസികാഘാത ബന്ധനം എന്ന അവസ്ഥയായിരിക്കാം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അതെന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ കമൻറ്റുകൾ വായിക്കുവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഈ ട്രോമ ബോണ്ടിങ്? എന്താണ് ഈ അദൃശ്യമായ ചങ്ങല? തുടർച്ചയായ മോശം പെരുമാറ്റത്തിനും അതിനുശേഷം ഉണ്ടാകുന്ന സ്നേഹപ്രകടനങ്ങൾക്കും ഇടയിൽ രൂപപ്പെടുന്ന ശക്തമായ ഒരു മാനസിക അടുപ്പമാണ് ട്രോമ ബോണ്ട്. അതൊരു മാനസിക അടുപ്പമാണ്, പക്ഷെ അത് രൂപപ്പെടുന്നത് വളരെ മോശമായ സാഹചര്യത്തിലാണ് എന്നർത്ഥം. ഈ ട്രോമ ബോണ്ടിങ് ആ മോശം വ്യക്തിയുടെ മോശം പെരുമാറ്റത്തെ സ്നേഹിക്കുന്നതല്ല, മറിച്ച് ആ മോശം അനുഭവങ്ങളെ താൽക്കാലികമായി മാച്ചു കളയുന്ന നല്ല നിമിഷങ്ങളോടുള്ള ഒരുതരം അടിമപ്പെടലാണ്. ഈ അവസ്ഥയെ നമുക്കൊരു സ്ലോട്ട് മെഷീനോട് താരതമ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്ലോട്ട് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് മാനസികമായി സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ലിവർ വലിക്കുന്നു. ഈ സ്ലോട്ട് മെഷീനിൻ്റെ ലിവർ വീണ്ടും വീണ്ടും വലിക്കുന്നു. മിക്കപ്പോഴും തോൽക്കുന്നു. നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നില്ല. ഇത് നിരാശാജനകമാണ്. പക്ഷേ വല്ലപ്പോഴും നിങ്ങൾ ഒരു ജാക്ക്പോട്ട് നിങ്ങൾക്ക് അടിക്കുന്നു. ഒരു വലിയ ആശ്വാസം, സന്തോഷം, ആ പ്രവചിക്കുവാൻ പറ്റാത്ത സമ്മാനമാണ് നിങ്ങളെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നത്. ഒരുതരം അഡിക്ഷനാണ് എന്ന് പറയാം. ആ സമ്മാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആ ജാക്ക്പോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കളി വീണ്ടും വീണ്ടും കളിക്കുന്നു. ഒരു ബന്ധത്തിൽ ആ മോശം പെരുമാറ്റമാണ് നിങ്ങളുടെ തോൽവി. പക്ഷേ അതിനുശേഷമുള്ള ക്ഷമാപണം, സമ്മാനങ്ങൾ, പെട്ടെന്നുള്ള സ്നേഹപ്രകടനങ്ങൾ എല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. അതാണ് ബന്ധത്തിൽ നിങ്ങളുടെ ജാക്ക്പോട്ട്. നിങ്ങളുടെ തലച്ചോർ ഇടവിട്ടിടവിട്ട് കിട്ടുന്ന ഈ നല്ല അനുഭവങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ആ അനുഭവങ്ങളിൽ ആസക്തി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഒരു തരത്തിൽ ഒരു കെമിക്കൽ ബോണ്ടിങ് ആണ്. നല്ല സമയങ്ങളിൽ ഡോപാമീനും, സ്ട്രെസ് അതായത് മാനസിക സമ്മർദ്ദമുള്ള സമയങ്ങളിൽ കോർട്ടിസോളും അഡ്രീനാലിനും ഉണ്ടാക്കുന്ന ഒരുതരം ലഹരി. അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു ബന്ധനത്തിലാണോ, ഇത്തരം ഒരു ലഹരിയിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ ഒരു ട്രോമ ബോണ്ടിങ്ങിലാണോ എന്നറിയുവാനുള്ള 7 സൂചനകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. സൂചന 1. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ മോശം പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒരു അപകട സൂചന ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം അതെ, പക്ഷെ നിങ്ങൾക്ക് അവരെ എന്നെപ്പോലെ മനസ്സിലാവില്ലല്ലോ, അറിയില്ലല്ലോ എന്നോ, അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല സ്ട്രെസ് ഉണ്ട് എന്നോ, ഇപ്പോൾ അവർക്ക് നല്ല മാറ്റമുണ്ട് എന്നുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് അവർ അങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്നോ ഒക്കെ ആണെങ്കിൽ അവരുടെ വക്കീലിനെ പോലെ അവരെ നല്ല രീതിയിൽ ന്യായീകരിച്ച് പെരുമാറുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹം സാധാരണതല്ല, മറിച്ച് ഒരു ആഘാത ബന്ധനത്തിൽ, അതായത് ട്രോമ ബോണ്ടിങ്ങിൽ അധിഷ്ഠിതമാണെന്നതിൻ്റെ നല്ലൊരു സൂചനയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ.
ഇനി രണ്ടാമത്തെ സൂചന, പൊതുവെ ട്രോമ ബോണ്ടിങ് അനുഭവിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്നു. ഈ ബന്ധനം ഒറ്റപ്പെടലിലാണ് വളരുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബോധപൂർവം അകറ്റുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളുടെ അവസ്ഥ വിശദീകരിക്കുന്നതിനുള്ള നാണക്കേടോ മടിയോ കാരണം നിങ്ങൾ സ്വയം ഒതുങ്ങിക്കൂടിയതാവാം. അതല്ലെങ്കിൽ ഉൾവലിഞ്ഞതാവാം. നിങ്ങളുടെ ലോകം നിങ്ങളുടെ പാർട്ട്ണറിൽ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ്. നിങ്ങൾ ട്രോമ ബോണ്ടിങ്ങിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപകട സൂചന. ഇനി മൂന്നാമത്തെ സൂചനയുടെ, നിങ്ങൾ ആസക്തി ഉളവാക്കുന്ന ആ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ആ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. ഒരാഴ്ച മുഴുവൻ മോശമായിരുന്നാലും ഒരൊറ്റ നല്ല സായാഹ്നം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ക്ഷമാപണം നിങ്ങളെ എല്ലാം മറക്കുവാൻ പ്രേരിപ്പിക്കും. ആ താൽക്കാലികമായ സ്നേഹം വീണ്ടും വീണ്ടും അനുഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ കടുത്ത വേദനകൾ സഹിക്കുവാൻ തയ്യാറാണ്. ഇനി നാലാമത്തെ സൂചന, നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോയി എന്ന് നിങ്ങൾക്കു തന്നെ തോന്നുന്നു. ആ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയി എന്ന് നിങ്ങൾക്കു തന്നെ തോന്നുന്നു. യുക്തിപരമായി നിങ്ങൾക്കറിയാം ഈ ബന്ധം ആരോഗ്യകരമല്ല എന്ന്. ഒരു പക്ഷേ പുറത്ത് വരാൻ നിങ്ങൾ ഒരു പ്ലാൻ വരെ തയ്യാറാക്കിയിട്ടുണ്ടാവാം. പക്ഷേ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഒരടി ആ പ്ലാനിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. അവരില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ വലിയ വേദനയായി നിങ്ങൾക്ക് തോന്നും. നിങ്ങളെങ്ങനെ അനുമാനിക്കും? ഈ കുടുങ്ങിപ്പോയി എന്ന തോന്നലാണ് ഈ ബന്ധനത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ. നിങ്ങൾ പുറത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുറത്തോട്ട് വരാൻ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾ പറയുന്നത് എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. ഇനി അഞ്ചാമത്തെ സൂചന, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച മോശം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പുറം ലോകത്തും എല്ലാം തികഞ്ഞ ഒരു ബന്ധത്തിൻ്റെ ചിത്രം നൽകുന്നു. നിങ്ങൾ നല്ല കഥകൾ മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ. ഇത് സ്വകാര്യതയെ മാനിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആ ബന്ധത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കുവാനാണ്. നിങ്ങൾ നല്ല കൈകളിലാണ് എന്ന് സ്വയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അതിന് കാരണം ആഴത്തിൽ നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം ശരിയാണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നും ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇനി ആറാമത്തെ സൂചന, അവരെ നന്നാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നു. അതായത് നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങളുടെ പങ്കാളിയെ ശരിയാക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ആ വിശ്വാസമില്ല. അവരുടെ സന്തോഷത്തിനും ജീവിതത്തിനും നിങ്ങൾ ഉത്തരവാദിയാണ് എന്ന് നിങ്ങൾക്ക് ശക്തമായി തോന്നുന്നു. നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിച്ച അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്ന അവർ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രതീക്ഷയാണ് ഈ ദുഷിച്ച അല്ലെങ്കിൽ മോശമായ വലയം അതിനകത്ത് നിങ്ങളെ തുടരാൻ കാരണമാക്കുന്ന ഇന്ധനം. ഇനി ഏഴാമത്തെ അവസാനത്തെയുമായ സൂചന, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഞാൻ അല്ലെങ്കിൽ എന്നെ, നിങ്ങളെ നഷ്ടപ്പെടും. ഈ ബന്ധത്തിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ ഹോബികൾ? എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ? ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിങ്ങളുടെ വ്യക്തിത്വം തന്നെ പലപ്പോഴും മാഞ്ഞു പോകുന്നു. നിങ്ങൾ അത് അടിയറ വയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റി മാത്രമായി മുന്നോട്ട് പോകുന്നു. അവരില്ലാതെ നിങ്ങൾ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയാത്ത ഒരവസ്ഥ സംജാതമാവുന്നു. മുകളിൽ പറഞ്ഞ ഈ 7 സൂചനകളിൽ ഏതെങ്കിലും 1 or 2 സൂചനകളുമായി നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ട്രോമ ബോണ്ടിങ് ഒരു അതിജീവനത്തിനുള്ള മാർഗമാണ്, സർവൈവൽ മെക്കാനിസമാണ്. ദയവും
അസ്വസ്ഥതയും നിറഞ്ഞ ഒരവസ്ഥയിൽ നിങ്ങളുടെ തലച്ചോറ് ആശ്വാസത്തിൻ്റെ ഉറവിടത്തിൽ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്വാസം തന്നവർ തന്നെയാണ് വേദന തന്നതെങ്കിൽ പോലും ഇത് ഒരു ദൗർബല്യത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് നിങ്ങൾ എന്തെല്ലാം സഹിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളമാണ്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു ചെയ്യുവാൻ കഴിയും? ഇതിൽ നിന്നും പുറത്ത് വരുന്നത് ഒരു പ്രക്രിയയാണ്. പുറത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. അതിലെ ആദ്യത്തെയും ഏറ്റവും ശക്തമായതുമായ പടി സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ ട്രോമാ ബോണ്ടിങ് എന്ന ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി തിരിച്ചറിയുക. ഈ വീഡിയോ കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശക്തി പതിയെ തിരിച്ചു പിടിക്കുവാൻ തയ്യാറാവുകയാണ്. ഇനി അടുത്ത പടിയായി മറ്റുള്ളവരുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തിനോടോ സംസാരിച്ചു തുടങ്ങുക. നിങ്ങളുടെ കാര്യങ്ങൾ പതിയെ പതിയെ തുറന്നു പറയുവാൻ ശ്രമിക്കുക. കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളോട് പങ്കുവയ്ക്കുക. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധനത്തിന് മുമ്പ് നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നിയിരുന്ന ഒരാളോട് ആയിരുന്നുവെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഏറ്റവും പ്രധാനമായി ഒരു വിദഗ്ധ സഹായം തേടേണ്ടതും ഈ വിഷയത്തിൽ അത്യാവശ്യമാണ്. മാനസികമായ സംഘർഷം, ട്രോമ, ഇതിൽ വൈദഗ്ധ്യമുള്ള ഒരു തെറാപ്പിസ്റ്റിന് ഈ ബന്ധനം സുരക്ഷിതമായി തകർക്കുവാനും നിങ്ങളെ വീണ്ടും കണ്ടെത്തുവാനും നിങ്ങൾ മനസ്സിലാക്കുവാനും സഹായിക്കുവാൻ സാധിക്കും. ഇതൊരു പ്രയാസമേറിയ വിഷയം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് കേട്ട് നിങ്ങളുടെ അവസ്ഥയുമായി ബന്ധം തോന്നിയെങ്കിൽ ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് സ്ഥിരതയുള്ളതും സുരക്ഷിതവും നിങ്ങളെ വളർത്തുന്നതുമായ സ്നേഹമാണ്. നിങ്ങളെ തകർത്തിട്ട് ഒരു ബാൻഡേജ് വെച്ച് തരുന്ന ഒരു സ്നേഹമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എങ്കിൽ ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ അവസ്ഥ ഒരു പക്ഷേ നിശബ്ദമായി അനുഭവിക്കുന്നുണ്ടാവാം, വേദനിക്കുന്നുണ്ടാവാം. അവർക്ക് ഒരു പക്ഷേ മോചനത്തിലേക്കുള്ള ആദ്യ പടിയായി ഈ വീഡിയോ സഹായകരമായേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഷെയർ ചെയ്യുവാൻ മടിക്കരുത്. താഴെ കമൻ്റ് വഴി നമുക്കും നിങ്ങൾക്കും ഒരു സപ്പോർട്ട് സ്പേസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ഇമോജി, ലവ് ഇമോജി കമൻ്റ് ചെയ്യുക. ഈ അനുഭവത്തിൽ മറ്റുള്ളവർ ഒറ്റയ്ക്കല്ലെന്ന് അവരെ അറിയിക്കാൻ അത് സഹായിക്കും. നന്ദി, നമസ്കാരം.